നമസ്കാരം. ട്രംപിനെ പേടിച്ചില്ലെങ്കിൽ പണി കിട്ടുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ട്രംപിനെ പ്രീതിപ്പെടുത്താൻ ട്രംപ് ടവറുകളടക്കം പണിയാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇതിനിടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തതിനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ കേസ് ഒത്തുതീർപ്പാക്കാൻ ഒരുങ്ങുകയാണ് യൂട്യൂബും. കേസ് ഒത്തുതീർപ്പാക്കാൻ $24.5 മില്യൺ നൽകാമെന്ന് യൂട്യൂബ് സമ്മതിച്ചുവെന്നാണ് വാർത്തകൾ. ഒത്തുതീർപ്പ് പ്രകാരം ഗൂഗിളിന്റെ മാതൃകമ്പനിയായ ആൽഫബറ്റ് വൈറ്റ് ഹൗസിൽ $200 മില്യൺ ചെലവിൽ നിർമ്മിക്കുന്ന ബോൾറൂം പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്ന സംഘടനയ്ക്ക് ട്രംപിന്റെ പേരിൽ $22 മില്യൺ സംഭാവനയായി നൽകും. ട്രംപിനോടൊപ്പം കേസിലെ മറ്റു വാദികളായ അമേരിക്കൻ കൺസർവേറ്റീവ് യൂണിയൻ, അമേരിക്കൻ എഴുത്തുകാരി നവോമി വുൾഫ് എന്നിവർക്കും ശേഷിക്കുന്ന $2.5 മില്യൺ നൽകും. നോർത്തേൺ ഡിസ്ട്രിക്ട് ഓഫ് കാലിഫോർണിയയിലെ US ഡിസ്ട്രിക്ട് കോടതിയിൽ തിങ്കളാഴ്ച സമർപ്പിച്ച രേഖകളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. 2021 ജനുവരിയിൽ US ക്യാപിറ്റോളിൽ നടന്ന കലാപത്തെ തുടർന്നാണ് ട്രംപിന്റെ അക്കൗണ്ട് യൂട്യൂബ് സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഒത്തുതീർപ്പിലെത്തിയെങ്കിലും യൂട്യൂബ് തെറ്റ് സമ്മതിച്ചിട്ടില്ല. തർക്കത്തിലുള്ള അവകാശവാദങ്ങളിൽ ഒത്തുതീർപ്പിലെത്തുക, കൂടുതൽ നിയമ നടപടികളുടെ ചെലവുകളും അപകട സാധ്യതകളും ഒഴിവാക്കുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനത്തിലെത്തിയതെന്ന് യൂട്യൂബ് കോടതി രേഖകളിൽ പറഞ്ഞു. 2020 തെരഞ്ഞെടുപ്പിന് പിന്നാലെ ട്രംപിന്റെ അനുയായികൾ നടത്തിയ ജനുവരി 6 ആക്രമണത്തെ തുടർന്ന് മെറ്റയും എക്സും അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ട്രംപിന് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് ട്രംപ് സ്വീകരിച്ച നിയമ നടപടികൾക്ക് പിന്നാലെ മെറ്റയും എക്സും കോടിക്കണക്കിന് ഡോളർ നഷ്ടപരിഹാരം നൽകാൻ സമ്മതിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂട്യൂബിന്റെയും നടപടി. അതിനിടെ അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിക്കുന്ന ഏതൊരു സിനിമയ്ക്കും 100% തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഏറ്റവും പുതിയ ഭീഷണി മുഴക്കിയിരുന്നു. താരിഫ് എപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ നടപ്പിലാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഇക്കാര്യം അദ്ദേഹം നടപ്പിലാക്കുകയാണെങ്കിൽ ട്രംപ് ഒരു അസംസ്കൃത വസ്തുവിന് പകരം ഒരു സേവനത്തിന് ലഭിച്ചു ചുമത്തുന്നത് ആദ്യമായിട്ടാണ്. UK മൊത്തം ചലച്ചിത്ര ഹൈ എൻഡ് TV നിർമ്മാണ ചെലവ് 2024 റെക്കോർഡ് £5.6 മില്യൺ ഉയർന്നിരുന്നു. കൂടാതെ പൈൻവുഡ്, എൽസ്ട്രി എന്നിവയുൾപ്പെടെയുള്ള വമ്പൻ സ്റ്റുഡിയോകളിൽ 1,17,000-ലധികം പേർക്കാണ് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത്. പുതിയ നിർദ്ദിഷ്ട താരിഫ് UK ചലച്ചിത്ര വ്യവസായത്തിന് വിനാശകരമായ പ്രഹരമായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലാണ് പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര മത്സരത്തിന് മുന്നിൽ അമേരിക്കൻ സിനിമാ നിർമ്മാണം നഷ്ടത്തിലാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒരു കുഞ്ഞിൽ നിന്നും മിഠായി മോഷ്ടിക്കുന്നത് പോലെ മറ്റു രാജ്യങ്ങൾ അമേരിക്കയുടെ സിനിമാ നിർമ്മാണ ബിസിനസ് അമേരിക്കയിൽ നിന്ന് മോഷ്ടിച്ചിരിക്കുന്നുവെന്നായിരുന്നു ട്രംപ് കുറിച്ചത്. കാലിഫോർണിയ ഗവർണറായ ഗാവിൻ ന്യൂസമിനെ ദുർബലനും കഴിവുകെട്ടവനെന്നും കൂടുതൽ വിമർശിക്കുകയും ചെയ്തു. സിനിമയിലെ തിരിച്ചടി സംസ്ഥാനത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ടെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ടാണ് അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും 100% താരിഫ് ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി. അമേരിക്ക വീണ്ടും മഹത്തരമാക്കുമെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരുന്നു. എന്നാൽ വിദേശ നിർമ്മിത സിനിമകൾക്ക് 100% താരിഫ് ചുമത്താൻ ട്രംപ് ഏത് നിയമപരമായ അധികാരം ഉപയോഗിക്കുമെന്ന കാര്യം വ്യക്തമല്ല. ഈ വർഷം മെയ് മാസത്തിൽ വിദേശ സിനിമകൾക്ക് 100% തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇക്കാര്യത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല. ഇക്കാര്യം എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാകുമോ എന്ന കാര്യവും വ്യക്തമല്ല. പല അമേരിക്കൻ സിനിമകളും മറ്റു രാജ്യങ്ങളിൽ പോയി ചിത്രീകരിക്കുന്നത് പതിവാണ്. എന്നാൽ പുതിയ നിയമപ്രകാരം അവയ്ക്കും ട്രംപിന്റെ നിർദ്ദേശം ബാധകമാണോ എന്ന കാര്യം വ്യക്തമല്ല. ട്രംപിന്റെ നീക്കം ലോകമെമ്പാടുമുള്ള സിനിമാ നിർമ്മാണം ഫലത്തിൽ ഇല്ലാതാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ സിനിമാ നിർമ്മാണം വിദേശത്തേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ട്രംപ് വളരെ കാലമായി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു.